നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ നിധിയുടെ സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ, പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ അതും കൂടെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന മനുശങ്കർ ബാലേന്ദ്രനെ കാണാനായിട്ട് വരുവാണ്. അപ്പം ബാലേന്ദ്രന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്കൾ ഏത് റിസോർട്ടിലാണ് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മനുശങ്കർ വീട്ടിൽ നിന്ന് ആരോടും ഒരു വാക്ക് പോലും പറഞ്ഞില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും പറഞ്ഞില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാവുമെന്നറിയാം. ബാലേന്ദ്രൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും പറയരുന്ന്. അങ്ങനെ കാണാൻ പുറപ്പെടുവാണ്. ഇതേ സമയത്ത് അലീനയുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് കൃഷ്ണമോള് വാഷ്റൂമിലേക്ക് കയറി പോകുന്നത്. കാരണം കൃഷ്ണമോൾക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല, ഇട്ടിരുന്ന ഡ്രസ്സുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ അലീനയുടെ ഒരു ചുരിദാറൊക്കെ വാങ്ങി അതൊക്കെ പോയിട്ടുണ്ട്. പുറത്തിറങ്ങി വരുമ്പോഴത്തേനും അലീന അത്ഭുതത്തോടു കൂടി നോക്കി. ആഹാ, നീ കൊള്ളാലോടി അങ്ങോട്ട്, അപ്പൊ എൻ്റെ ഡ്രസ്സ് നിനക്ക് പാകമാവുമല്ലേ? പിന്നല്ലാതെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നീട് അലീന കൃഷ്ണമോൾക്ക് ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, അതെ നമുക്ക് കുറച്ചു നേരം പുറത്തു പോയി അതിലൂടെയൊക്കെ നടന്നാലെന്ന് ചോദിക്കാം. അപ്പോൾ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെന്താ എന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ അലീനയും കൂട്ടിക്കൊണ്ട് കൃഷ്ണമോള് പുറത്തേക്ക് പോയി. കൃഷ്ണമോൾക്ക് വാതോരാത്ത കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പഴയതുപോലെ ഒന്നുമല്ല, തൻ്റെ ചേച്ചിയാണ്, തനിക്ക് ധൈര്യപൂർവ്വം കയ്യെ പിടിക്കാം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, വീട്ടിലെ ജോലിക്കാരിയായിട്ട് ഇരുന്ന. പക്ഷെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് തൻ്റെ ചേച്ചിയായിരിക്കുന്നത്. കൃഷ്ണമോൾക്ക് ആ സന്തോഷം ഉണ്ടായിരുന്നു. അല്ലെ എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം ഇവൾക്ക് എന്ത് മറിമായ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ ഇവിടെ വന്നപ്പോൾ കൃഷ്ണമോൾ ആകെപ്പാടെ ഗ്ലൂമി ആയിരുന്നു. അങ്ങനെ അധികം സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊക്കെ മാറ്റി. ഇന്ന് ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഇന്ന് അലീനയോട് ഭയങ്കര സ്നേഹമാണ്. തൻ്റെ ചേച്ചിക്കുട്ടിയല്ലേ, ഇതുപോലൊരു ചേച്ചിയെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം എന്നൊക്കെ എപ്പോഴും കൃഷ്ണമോൾ നേരത്തെ പറയുമായിരുന്നു. ഈ ബബിതയോട് കൃഷ്ണമോൾക്ക് അത്ര താല്പര്യം കാര്യമൊന്നുമില്ല. കാരണം ബബിതയുടെ സ്വഭാവം തന്നെയാണ്. അലീനയെ പോലുള്ള ഒരു പെൺകുട്ടിയെ ചേച്ചിയായിട്ട് കിട്ടാനായിട്ട് ആരാ ആഗ്രഹിക്കാത്ത. അങ്ങനെ അവർ ഗാർഡനിൽ കൂടെ പോയി ഇങ്ങനെ സംസാരിക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അയ്യോ ഞാനേ സാറിന് കഴിക്കാനുള്ള മരുന്നെടുത്ത് കൊടുത്തില്ല, ഞാൻ പോയി മരുന്നെടുത്ത് കൊടുത്തിട്ടൊക്കെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറിപ്പോന്നു. ഈ സമയത്ത് കൃഷ്ണമോളോട് ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് മനുശങ്കറിൻ്റെ വരവ്. മനുശങ്കർ കാറും കൊണ്ട് അങ്ങോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ, ആ കാറ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് മനുവേണ്ട കാറാന്നുള്ള കാര്യം. ആ സമയത്ത് കൃഷ്ണമോൾ ഓടി അങ്ങോട്ട് ചെന്നു. മനുശങ്കർ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കറെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ആഹാ, നീ കൊള്ളാലോ, ഇത് ഭയങ്കര ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലാണല്ലോ എന്ന് പറയാം. എന്ത് ചെയ്യാൻ എൻ്റെ മനുവേട്ട, ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സിൽ പോകുന്നതല്ലേ, നിന്റെ ധൈര്യം ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നു. അല്ല എന്തിയെ ബാക്കി എല്ലാവരും എന്തേ അച്ഛനും അലീന ചേച്ചിയൊക്കെ മുറിയിലുണ്ടെന്ന് പറയണം. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. മനുശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ചു, അപ്പം തന്നെ ഇറങ്ങി പുറപ്പെട്ടല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, തന്നെ ഇറങ്ങി പുറപ്പെട്ടല്ലോ, ഇറക്കി വിട്ടതല്ലേ. ആ സമയത്ത് കൃഷ്ണമോളുടെ കണ്ണൊക്കെ നിറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, എനിക്കറിയായിരുന്നു ഒരു പക്ഷെ ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേണ്ണൻ എന്നെ അന്വേഷിച്ച് വരുമെന്ന്. എങ്ങനെ അറിയായിരുന്നു? അതൊക്കെ എനിക്കറിയായിരുന്നു പറയാം, ഒരു സൈക്കോളജിക്ക് മൂവല്ലേ. അതെ, അല്ല അങ്കിൾ എന്തിയെ അകത്തുണ്ടെന്ന് പറയണം. അങ്ങനെ ബാലേന്ദ്രനെ കാണാനായിട്ട് മനുശങ്കർ അങ്ങോട്ട് ചെന്നു. അങ്ങനെ ബാലേന്ദ്രനോട് സംസാരിക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, എന്താണെങ്കിലും തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അലീനെ അവിടെ നിന്ന് ഇറക്കി വിട്ടാണ്. ഞാൻ അന്നേ അവളോട് പറഞ്ഞ ഇറക്കി വിടലെന്ന്. പക്ഷെ എൻ്റെ വാക്കിന് പുല്ല് വില കൊടുത്തിടത്തേക്ക് ഞാൻ ഇനി കയറിപ്പോണ്ട കാര്യമില്ല, അവിടെ കഴിയട്ടെ, കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ എന്ന് പറയണം. മനുശങ്കർ പറഞ്ഞു, അതും കൊണ്ട് വല്ല പരിഹാരം ആകുമോ? കൃഷ്ണമോളെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കണം, എല്ലാ കാര്യങ്ങളും വേണം, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉടനെ എന്നെ കണ്ടുപിടിക്കണമെന്ന് പറയണം. അങ്കിളെ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഈ പ്രശ്നം നമുക്ക് അവസാനിപ്പിച്ചുകൂടെ? എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോന്നേ. മനു, പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും പെട്ടെന്ന് അവസാനിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, അതിന് അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ലെന്ന്. അതെ, നിനക്കതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അല്ല, നീ ഇങ്ങോട്ടേക്ക് പോകുന്ന ആരും അറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലേ? ആരോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും. തൽക്കാലത്തേക്ക് ആരും അറിയണ്ട. കാരണം ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജയ് നിന്റെ കൊച്ചച്ഛനൊക്കെ ഇറച്ചി കെട്ടി ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ സ്വസ്ഥത സമാധാനം തരത്തില്ല. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇപ്പം ആൻറ്റി ആകെപ്പാടെ വാലിന് തീ പിടിച്ച അവസ്ഥയെ ഓടി നടക്കുക. അങ്കിളും കൃഷ്ണമോളും ഒക്കെ എവിടെയാന്ന് ഓർത്തിട്ട് നടക്കട്ടെ, അവൾ കുറച്ച് അന്വേഷിക്കട്ടെ എന്ന് പറയാം. അവളുടെ അഹങ്കാരം അതൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, നീ അവിടെ പോയില്ലായിരുന്നു? പോയായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ലോ. എന്നാലും അങ്കിളെടുത്ത തീരുമാനം ഞാനോർത്ത് അങ്കിള് വെറുതെ പറയുന്നതായിരിക്കുമെന്ന്. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പാഴ്വാക്ക് പറയാറില്ലല്ലോടാ മനു. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. അപ്പോൾ കടയിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. സമയം മനുശങ്കർ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അവിടെ അലീനയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ വന്ന് മനുശങ്കർ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അതെ മനുവായിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് പറയണേ. എന്ത് സംസാരിക്കാൻ? അതെ അലീന ചേച്ചിയും കൂടെ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരുടെയും കൈ പിടിച്ച ഗാർഡനിലേക്ക് കൊണ്ടുപോവാണ്. കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ നിന്ന് മാറി ഇന്നതിൻ്റെ സന്തോഷമല്ല, അലീനെ തൻ്റെ ചേച്ചിയാൾ അറിഞ്ഞതിലുള്ള സന്തോഷം. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയില്ലേലും കുഴപ്പമില്ല, ആ ഒരു സന്തോഷത്തിലാണ് കൃഷ്ണമോള്. ഇത്രയും നാളില്ലാത്തൊരു ഭയങ്കര ഒരു സന്തോഷം അവളുടെ മുഖത്ത് മനുശങ്കർ ശ്രദ്ധിച്ചു. കാരണം വീട്ടിൽ നിന്ന് ആ വന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവളുടെ മുഖത്ത് കാണാനില്ല. അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ചല്ല, നിനക്ക് വീട്ടിലേക്കൊന്നും പോകണമെന്നില്ലേ? ക്ലാസ്സിൽ പോകണമെന്നൊന്നുമില്ലേ? ഓ പിന്നെ ക്ലാസ്സിൽ പോയില്ലെന്ന് ഓർത്തിപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ വീട്ടിലേക്കോ? ഓ വീട്ടിലേക്ക് പോയില്ലെങ്കിലും അച്ഛനുണ്ടല്ലോ, പിന്നെ അലീന ചേച്ചി ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഓഹോ അപ്പം അതാണ് കാര്യമില്ലേ? നിന്റെ അമ്മ അങ്ങ് ചെല്ലുമ്പോൾ നിന്നെ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താ, ഞാനും അച്ഛനും അലീന ചേച്ചിയും കൂടെ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കഴിയുമെന്ന് പറയാം. ഭയങ്കര കൂളായിട്ടാണ് കൃഷ്ണമോൾ അതൊക്കെ പറയണേ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും മനുഷ്യങ്ങളുടെ ചിരി വന്നു. അതേസമയം വല്ലാത്ത ടെൻഷനില്ല കമല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എവിടെ എന്താണെന്ന് ഇതുവരെയായിട്ട് ഒരു വിവരവും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ സഹയായിട്ട് കഴിഞ്ഞപ്പോൾ കമലയെ വിളിക്കുകയാണ്, എന്തേലും വിവരം അറിഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും കമല പറഞ്ഞു, ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അല്ല മനുവിനെ വിളിക്കാൻ പറ്റോ ചെയ്തോ? അവൻ എങ്ങോട്ടാന്ന് അറിയത്തില്ല, രാവിലെ പോകുന്നുണ്ടു. ഇനിയിപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണോ? അതും അറിയത്തില്ല എന്ന് പറയണം. എന്തേലും വിവരം കിട്ടുവാണെങ്കിൽ പറയണം കമലയെടുത്തി. എനിക്കൊരു സമാധാനമില്ല. അല്ല നീ അറിയാവുന്നിടത്തൊക്കെ വിളിച്ചു ചോദിച്ചോ? അറിയാവുന്നിടത്തൊക്കെ വിളിച്ചു ചോദിച്ചു, പക്ഷെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അതിൻ്റെതായ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയാം. സാരമില്ല, സമാധാനമായിട്ടിരിക്കുക, നമുക്ക് നോക്കാമെന്നൊക്കെ പറയണം. ഈ സമയത്ത് കൃഷ്ണമോളും അലീനെ മനുശങ്കറെ കുറേ സമയം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മനുശങ്കറിന് പോകാനുള്ള സമയമായി. അധികം സമയം നിൽക്കാനും പറ്റില്ലല്ലോ. ഒടുവിൽ ബാലേന്ദ്രനോടും അലീനയോടും എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. പോകുന്നതിന് മുമ്പ് ബാലേന്ദ്രന് മുമ്പ് ഉപദേശിക്കാനും മറന്നില്ല. കാരണം എത്ര ദിവസം ഇങ്ങനെ മാറിക്കഴിയാനായിട്ട് പറ്റും. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീട്ടിലേക്ക് തിരികെ വരണം. ഇനിയിപ്പോൾ അലീനെ അവിടെ നിർത്താൻ പ്ലാനെങ്കിൽ അലീനയെ കൂട്ടിക്കൊണ്ട് പോരെ. അതിനിപ്പം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ബാലേന്ദ്രൻ സമ്മതിച്ചില്ല. തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനുശങ്കർ തിരികെ പോയി. മനുശങ്കർ കൊല്ലപ്പള്ളി വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പം കമലയും രാജുവിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മനുശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയതാരും ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, എനിക്കൊരു യാത്ര പോകേണ്ടതായിട്ട് വന്നു. അല്ല എങ്ങോട്ട്? കമല ചോദിച്ചു, സത്യം പറ, നീ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി പോയതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനുശങ്കർ ഞാണെങ്കിൽ, അല്ല ബാലേന്ദ്രനെ കണ്ടോ, അവൻ എവിടെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ രാജുവെ ചോദിക്കുകയാണ്. അല്ല കൊച്ചച്ഛൻ എന്താ അത് ഇപ്പം അറിഞ്ഞിട്ട് എന്ത് കാണാനായിട്ടാ? അല്ല അവൻ മാത്രമുള്ള അവൻ്റെ കൂടെ ഇനി ആ പെണ്ണുണ്ടോ? ആ സമയം മനുശങ്കർ പറഞ്ഞു, കൃഷ്ണമോളുണ്ട്, അലീനയുണ്ട് അങ്കിളിൻ്റെ കൂടെ. അവരൊരു റിസോർട്ടിലുണ്ടെന്ന് പറയണം. വല്ലാത്തൊരു അടിയായിരുന്നു അത് കിട്ടിയത്. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അല്ല കൊച്ചൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അവളെ ഇറക്കി വിട്ട് കഴിഞ്ഞ ഉടനെ അവളെ കൊണ്ടുള്ള ശല്യം തീരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഇവിടെ ആരാ തോറ്റുപോയത്? നിങ്ങളൊക്കെ തന്നെയാ. അപ്പോഴേ അങ്കിള് പറഞ്ഞല്ലേ അവളെ അവിടെ നിന്ന് ഇറക്കി വിടില്ലെന്ന്. അവൾ ഇറങ്ങിയിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് താനും ഇറങ്ങുമെന്ന്. ഇപ്പം ശരിക്കും തോറ്റുപോയ ആൾക്കാർ നിങ്ങളോ? അപ്പോഴേക്കും കമല പറഞ്ഞു, സത്യം പറയടാ, ഏത് റിസോർട്ടിലുള്ളേ? എന്തിനാ? റിസോർട്ടിൻ്റെ പേരും നാളും ഊരൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. ആ സമയം രാജീവ് പറഞ്ഞു, അറിഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് രണ്ടരയും വലിച്ചിറക്കണമെന്ന് പറയണം. നല്ല കഥയായി, എന്നാ ചെന്ന് കയറി കൊടുക്ക്. അല്ല ഇനിയിപ്പോൾ കൊച്ചിന് തിരികെ പോകണമെന്നൊന്നും ഇല്ലേ? അപ്പം നല്ല അടിപൊളി ഒരു കേസും കൂടെ ആവും. കാരണം റിസോർട്ടുകാർ കൊണ്ടേ പരാതി കൊടുക്കും. അവരുടെ റിസോർട്ടിൽ ചെന്ന് കയ്യേറ്റം ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കേസാവും. ഒടുവിൽ വിസയും എല്ലാ ടിക്കറ്റും ക്യാൻസലായിപ്പോവും. എങ്ങനെയുണ്ട്? അത് വേണോ? ആലോചിച്ചിട്ട് തീരുമാനം എടുത്താളാൻ പറഞ്ഞിട്ട് മനുശങ്കർ അങ്ങോട്ട് കയറിപ്പോയി. ഒന്നും മേലാത്തൊരവസ്ഥയായിപ്പോയി രാജീവ്. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഒന്നും പറയാനും പറ്റില്ല. എന്തേലും ഇടപെട്ട് ബാലേന്ദ്രനൊരു കേസ് കൊടുത്താൽ അതോടുകൂടി തൻ്റെ ജോലിയും പോവും, തൻ്റെ പോക്കും നിൽക്കും. വല്ലാത്തൊരു പ്രതിസന്ധിയായിപ്പോയി. ഈ സമയത്ത് വൈജയ്ക്കാണ് ടെൻഷൻ. കാരണം വൈജ വീണ്ടും രാജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാണ് രാജീവ് കാര്യങ്ങൾ പറയണേ. ദേ മനുശങ്കർ പോയിട്ട് വന്നിട്ടുണ്ട്. മനു പോയിട്ട് വന്നോ? അല്ല അവൻ വല്ലതും വിവരങ്ങൾ വല്ലതും പറഞ്ഞോ? വൈജയ്ക്ക് ടെൻഷനാ. പറഞ്ഞു അവളുണ്ട് ആ അലീനയും കൃഷ്ണമോളും ബാലേന്ദ്രനൊപ്പം ഉണ്ട്. അവരെവിടെയോ റിസോർട്ട് എടുത്ത് താമസിക്കുക. റിസോർട്ട് എടുത്തോ? എന്തൊക്കെയാ രാജീവ് പറയണേ? അതെ. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ദൈവമേ ഇനി മനുഷ്യന്മാരൊക്കെ അറിഞ്ഞാൽ എന്താവും? ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും പതി ഇവിടെയായിരുന്നു.
ആൾക്കാരൊന്നും അറിയത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ നാട്ടുകാരറിഞ്ഞപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, ബാലേന്ദ്രൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയില്ലേന്നൊക്കെ. ഞാൻ എന്ത് ചെയ്യും രാജീവേ, എനിക്കറിയത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്യാനൊരു മാർഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈജയന്തി ശരിക്കും പെട്ടുപോയി. ഇറക്കി വിടാനായിട്ടും കയ്യെ പിടിക്കാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കൈയൊഴിഞ്ഞ മട്ട. രാജീവിന് സ്വന്തം ജോലിയും നിലനിൽപ്പം നോക്കണ്ടേ. ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, എന്ത് ചെയ്യും. വൈജയന്തി ശരിക്കും പെട്ടുപോയൊരവസ്ഥ. അപ്പോഴേക്കാണ് അകത്തുനിന്ന് മുത്തശ്ശി വിളിക്കുന്നത്. വൈജയനെ കിടന്ന് വിളിക്കണം. ഉടനെ വൈജയൻ അങ്ങോട്ട് കയറി ചെന്നു. എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിടന്ന് അലറുവാണ്. അല്ല, നീ എന്തിനാടി എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ഇവിടെ മനുഷ്യനെ കിടന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അമ്മ ഇവിടെ കിടന്ന് എന്തിനാ അലറിയത്? എടി, കൃഷ്ണമോളെക്കുറിച്ചും ബാലേന്ദ്രനെക്കുറിച്ചുള്ള വല്ല വിവരമുണ്ടോ? അലീനെക്കുറിച്ചൊക്കെ വല്ലതും അറിഞ്ഞോ? അറിഞ്ഞറിഞ്ഞു, എല്ലാം കൂടെ സുഖവാസം പോയി റിസോർട്ടിൽ കിടക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, റിസോർട്ടിലാ? അതെ, ആവാലോ, ഇഷ്ടംപോലെ പൈസയല്ലേ ഉള്ളേ. അവളെ വെച്ച് പുതിയ പൊറുതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സമാധാനമല്ലോ അമ്മയ്ക്ക്. എടി, ഇത് നിന്റെ പിടിപ്പുകേട് കൊണ്ടാ. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്ക് പോരാന്ന്. അപ്പം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നിനക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ, ചൂടായിരുന്നല്ലോ. ഇപ്പം എന്തു പറ്റി? അതെ, ഒരു ദേഷ്യത്തിന് കിണറ്റി ചാടാം, പിന്നെ തിരിച്ചു കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് വൈജയ്. നിന്നോട് എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. അല്ല, ഇറക്കി വിടാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പം അവരൊന്നും എന്തിയേ സഹായത്തിന് വന്നില്ലേ? പുറത്തിറങ്ങാൻ നിനക്ക് തന്നെയാ നാണക്കേട് വൈജയ്. നീ വലിയ ബാങ്ക് ജോലിക്കാരിയല്ലേ, ബാങ്ക് ഉദ്യോഗസ്ഥയല്ലേ. നിന്റെ സഹപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നീ എന്ത് പറയും? വീട്ടു ജോലിക്കാരെ കൊണ്ട് ഭർത്താവ് പോയി വേറെ പോയി താമസിക്കുമെന്നോ? തൻ്റെ ഇളയും മോളെയും വിളിച്ചോണ്ട് നാട്ടുകാർ പല കഥകളും ഉണ്ടാക്കും. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ ആയിട്ട് വരുത്തി വെച്ചതാ. ഇത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു, ഇനി അമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ, അതിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. എടി, ഞാൻ കുറ്റപ്പെടുത്തിയതാണോ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓരോന്നൊക്കെ വരുത്തി വെച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വൈജയ് എന്നൊക്കെ പറഞ്ഞു. വൈജയ് ശരിക്കും വല്ലാതെയായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് വൈജയ് ആലോചിച്ച് ഏത് റിസോർട്ടിലായിരിക്കും, ഏത് റിസോർട്ടിലാണ് പോയി അവിടുന്ന് വലിച്ചിറക്കി നാളെന്നും കൂടി ഇട്ട് കൊടുക്കുക ചെയ്യണ്ടേ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ബാലേന്ദ്രൻ കൊണ്ട് കേസ് കൊടുത്താൽ അതും പ്രശ്നമുള്ള കാര്യമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് നടത്തില്ല. കൃഷ്ണ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ കൃഷ്ണമോൾ അവരോടൊപ്പം നിൽക്കുവാണെന്ന് വൈജയന്തിക്ക് നന്നായിട്ടറിയാം. ബാലേന്ദ്രൻ അത്രയ്ക്ക് കാര്യമാണ് കൃഷ്ണമോൾക്ക്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പോയി വൈജ. ഇടിവെട്ടേറ്റവൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല. നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തനിക്ക് തലയുർത്തി നടക്കാൻ പറ്റില്ല. ബാങ്കിലേക്ക് പോലും പോകാൻ പറ്റില്ല. ബാങ്കിലെ ജോലി പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഓർത്ത് സമ്മതം തെറ്റിയിരിക്കുകയാണ് വൈജ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.